ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. പാരായണം നമ്മളിവിടെ ഒന്ന് നിർത്തിവെച്ചിട്ട് രണ്ടാമത്തെ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കാം. മണ്ണുണ്ണും വെണ്ണയുണ്ണും പശുപതരുണിതൻ ഹൃത്തുമുണ്ണും കിശോരൻ വൃഷ്ണിപ്പെണ്ണിൻ തുണയ്ക്കായി അരുകിലണയുവാൻ കൃഷ്ണ ഹേ ചക്രപാണി. സ്വർണക്കിണ്ണത്തിലുണ്ണാൻ ഫണിശയന നിനക്കേകണം വെണ്ണയെന്നോ കാർവർണ കണ്ണനുണ്ണി മമമതിയിലുണർന്നിടുവാൻ ദണ്ണമാണോ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പണ്ടാചേലപ്പറമ്പ് നടയിലൊരു നമസ്കാരമേകിട്ടു നേടി തണ്ടാർമാതിൻ മണാളൻ ഗുരുഭവനപുരത്തപ്പനേ മോക്ഷമാർഗം. കണ്ടാപാദം നമിക്കാനീവനൊരു നാൾ വന്നിടാൻ ഭാഗ്യമേകാനുണ്ടാകേണം മുരാരേ തവ കൃപൈവനിൽ കൃഷ്ണ കാരുണ്യ സിന്ധോ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധ ദിനത്തോട് അനുബന്ധിച്ച് വാർഷികമായി അനുഷ്ഠിച്ചു വരുന്നതായിട്ടുള്ള ഈ ഭാഗവത നവാഹ യജ്ഞത്തിൻ്റെ 8ാം ദിവസം രണ്ടാം പ്രഭാഷണം ആണ് ഇനി നമുക്ക് കേൾക്കേണ്ടത്. സത്സംഗം തന്നെയാണ് ഈ കലികാലത്തും നമുക്ക് ഈ മനുഷ്യജന്മം കൊണ്ടുമൊക്കെ മുക്തി നേടാൻ ഉള്ള ഉത്തമ മാർഗം എന്ന് പഠിപ്പിക്കുന്ന ഭാഗവതത്തിലെ സത്സംഗത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ് 84-ാമത്തെ അധ്യായം. ആ 84-ാമത്തെ അധ്യായത്തെ അധികരിച്ചുകൊണ്ട് നമുക്ക് പ്രഭാഷണം ചെയ്യുന്നത് മിനി ബിജു എന്നുള്ള ഡൽഹിയിൽ നിന്നും ആണ് നമുക്ക് അമ്മ പറഞ്ഞു തരുന്നത്. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാരയേശമനിശം ഹൃദി ഭാവയാമി. കമനീയ കിശോരമുഗ്ധമൂർത്തെ കളവേണുകൊണിതാദൃതാനനേന്തോ മമ വാജി വിജൃംഭദാ മുരാരേർമധുരിം നഃ കണികാപി കാപി കാപി. മുകുളായമാനനയനാംബുജം വിഭോർമുരളീനിനാദമകരന്ദ നിർഭരം മുകുരായമാണ മൃദുഗണ്ഡമണ്ഡലം മുഖപങ്കജം മനസി മേ വിജൃംഭദാം. ഹരേ നാരായണ. എല്ലാവർക്കും എന്റെ വിനീതമായ പാദ നമസ്കാരം. എസ്പെഷ്യലി മനു തിരുമേനി. എനിക്ക് ഇവിടെ പ്രതിപാദിക്കാനുള്ള വിഷയം സമന്ത പഞ്ചകം എന്ന ഭാഗമാണ്. എന്തുകൊണ്ട് എന്നെ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ തിരുമേനിയെ. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഇതിൽ മനു തിരുമേനി മാത്രമല്ലേ അറിയുള്ളൂ, അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോഴും ഞാൻ നോക്കിയപ്പോ ഈ നവാഹം തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഭാഗവതമൊക്കെ അരച്ച് കലക്കി കുടിച്ചവരാണ് ഇതിനകത്തിരിക്കുന്നത്.
പിന്നെ ഇനി എന്ത് പറയണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാന് ഇത്തിരിയൊക്കെ എന്തൊക്കെയോ പഠിച്ചു അല്ലെ പറഞ്ഞു മനസ്സിലാക്കിയൊക്കെ വെച്ചത് കുറെയൊക്കെ ശാന്തി അമ്മ ഇപ്പോൾ പ്രഭാഷണം പറഞ്ഞു സമന്ത പഞ്ചകത്തിന്റെ ഗോപികമാരുടെയൊക്കെ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ പറയാം. എല്ലാരും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രഭാഷണം എന്നൊന്നും പറയണ്ട, എങ്കിലും എനിക്ക് നല്ലോണം വായിക്കാനോ ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ അധികം നാളൊന്നും ആയിട്ടില്ല ഈ ഭാഗവതമൊക്കെ കയ്യിലെടുത്തിട്ട്, എങ്കിലും എനിക്കറിയാവുന്ന രീതിയിലൊക്കെ പറയാം. കാര്യം എല്ലാരും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ക്ഷമിക്കണേന്ന് ആദ്യമായിട്ട് പറയുന്നു കേട്ടോ. പിന്നെ ഇതിനകത്ത് പറഞ്ഞവരൊക്കെ നല്ല സൂപ്പർ ആയിട്ടാണ് എല്ലാരും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രഭാഷണമൊന്നും അത്ര നല്ലതൊന്നും ആവത്തില്ല. തെറ്റുകളൊക്കെ ക്ഷമിക്കണേന്ന് ആദ്യമേ അഡ്വാൻസ് പറയുവാണ് കേട്ടോ. സമന്ത പഞ്ചകത്തില് ഗോപികമാരെയൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ചതിന് ശേഷം പിന്നെ ആ ഗോപികമാരെ അനുഗ്രഹിച്ച് ഭഗവാൻ അവിടുന്ന് യാത്ര ചെയ്യും. അങ്ങനെ തന്റെ ഏകാന്ത ഭക്തകളായിരിക്കുന്ന ഗോപികമാരെ തന്റെ വാഗ്ദാനം അനുസരിച്ച് ഭഗവാൻ കണ്ടുമുട്ടിയ തന്റെ ഏകാന്ത ഭക്തർക്ക് നിത്യഭക്തിയെ തന്നെ പ്രദാനം ചെയ്തു. പിന്നീട് അവിടെ രാമകൃഷ്ണന്മാരെ ദർശിക്കാനായിട്ട് അനേകം മഹർഷിമാര് അവിടെ വന്നു. ഒരുപാട് മഹർഷിമാര്, വേദവ്യാസര്, ശ്രീനാരദ മഹർഷി, വസിഷ്ഠൻ, വാമദേവൻ, അങ്ങനെ അനേക മഹർഷിമാര് വന്നു. ആ മഹർഷിമാരെ കണ്ടപ്പോൾ അവിടെയുള്ള സകല ജനങ്ങളും ഭഗവാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അഞ്ജലിബദ്ധരായി പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. എന്നിട്ട് യോഗേശ്വരനായിരിക്കുന്ന അഖില ഗുരു ആയിരിക്കുന്ന ഭഗവാൻ തൊഴുതുകൊണ്ട് പറയുന്നു, മനുഷ്യ ജന്മമെടുത്ത ഞങ്ങൾക്ക് ജന്മസാഫല്യം പൂർണ്ണമായിട്ട് കൈവന്നു. കാരണം നിങ്ങളെ പോലെയുള്ള സജ്ജനങ്ങളെ കാണാൻ സാധിച്ചില്ലേ? നിങ്ങളെ പോലെയുള്ള യോഗേശ്വരന്മാരെ ദർശിക്കാൻ ദേവന്മാർക്ക് പോലും പ്രയാസമാണ്. ദേവന്മാർക്ക് പോലും നിങ്ങളെ പോലെയുള്ള സജ്ജനങ്ങളെ കാണാനോ ആ പാതാര ബിന്ദങ്ങളിൽ സ്പർശിക്കാനോ ഭാഗ്യമുണ്ടായി എന്ന് വരില്ല. അനേക ജന്മങ്ങളിലെ സുഹൃതം കൊണ്ടേ നിങ്ങളെ പോലെയുള്ള സജ്ജനങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് അഖില ഗുരുവായിട്ടുള്ള ഭഗവാനാണ് പറയുന്നത്. സജ്ജനങ്ങളെ കണ്ടാൽ തന്നെ സകല പാപങ്ങളും ഇല്ലാതായി തീരും, സകല ശ്രേയസ്സും ഉണ്ടാകുന്നു. സജ്ജന സംസർഗമാണ് ഒരു ജീവാത്മാവിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. സജ്ജനങ്ങളെ കാണാൻ തന്നെ വളരെ വിഷമമാണ്. ഈ സംസാരത്തിൽ ഒരു നിമിഷാർദ്ധമെങ്കിലും സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം ഉണ്ടായാൽ അത് നിധി കിട്ടിയത് പോലെയാണ്. എനിക്കും അങ്ങനെ ഒരു നിധി കിട്ടിയതാണ് വനത്തിരുമേനി കേട്ടോ. അതിന് കാരണം 11ാമത്തെ ശ്ലോകത്തില് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തത്വം ഭഗവാൻ പറയുന്നു. ഈ ഒരു ശ്ലോകം ഭാഗവതത്തിൽ പലയിടത്തിലും കാണാം. സജ്ജന സംസർഗത്തിന്റെ മാഹാത്മ്യം. നഹ്യം മയാനി തീർത്ഥാനി ന ദേവോ മൃച്ഛിലാമയ തേ പുനന്തുരുകാലേന ദർശനാത്യേവ സാധവ. ക്ഷേത്ര ദർശനം പുണ്യമാണ്. ക്ഷേത്രത്തിലുള്ള വിഗ്രഹം, അതിന്റെ ദർശനം, പ്രദക്ഷിണം, നമസ്കാരം ഇതൊക്കെ പുണ്യം തന്നെ തരുന്നതാണ്. അതുപോലെ തീർത്ഥാടനം, തീർത്ഥങ്ങളിൽ മുങ്ങുക, തർപ്പണം ചെയ്യുക, ഇതൊക്കെ ശ്രേഷ്ഠം തന്നെയാണ്. എന്നാൽ ഇതിൽ എല്ലാത്തിലും ശ്രേഷ്ഠതരമാണ് നിങ്ങളെ പോലെയുള്ള സജ്ജനങ്ങളെ കാണുക എന്നത്. മണ്ണുകൊണ്ടും ശില കൊണ്ടും ഉണ്ടാക്കിയ ശിലകളിലല്ല ഈശ്വരന്മാര്. നിങ്ങളാണ് ശരിക്കും ഈശ്വരന്മാര്. ഈശ്വര പ്രതിരൂപങ്ങളാണ് സജ്ജനങ്ങൾ. ക്ഷേത്ര വിഗ്രഹങ്ങൾക്ക് പോലും ചൈതന്യം വരുന്നത് നിങ്ങളെ പോലെയുള്ള സജ്ജനങ്ങൾ കാരണമാണ്. ക്ഷേത്ര ദർശനം കൊണ്ട് പുണ്യം കിട്ടും. ആ ക്ഷേത്രത്തിനെ ക്ഷേത്രമാക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ്, നിങ്ങളുടെ മാഹാത്മ്യം കൊണ്ടാണ്. ജലാശയങ്ങൾ തീർത്ഥങ്ങളാകുന്നത് നിങ്ങളെ പോലെയുള്ള സജ്ജനങ്ങളുടെ പാദസ്പർശം കൊണ്ടാണ്. ക്ഷേത്ര ദർശനം, വ്രതം, തീർത്ഥാടനം ഇതെല്ലാം പുണ്യം നൽകുന്നത് തന്നെ എങ്കിലും അതിന് ഫലം കിട്ടാൻ കാലതാമസം ഉണ്ടാകും. എന്നാലോ നിങ്ങളെ പോലെയുള്ള സജ്ജനങ്ങളെ കണ്ടാൽ സദ്യോമുക്തി, കണ്ടാൽ അപ്പോൾ തന്നെ മുക്തിയാണ്. നിരന്തരമായി ഭഗവാന്റെ കഥകളെ ശ്രവിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ് പുണ്യവാന്മാര്. ഇവിടെ ഭഗവാൻ പറയുന്നത് സത്സംഗമത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ചാണ്. സജ്ജനങ്ങളെ കണ്ടാൽ തന്നെ പുണ്യം. നിങ്ങളെ പോലെയുള്ള സജ്ജനങ്ങളെ കാണണമെങ്കിൽ തന്നെ ജന്മാന്തര പുണ്യം വേണം. കാണുന്നവർക്ക് വിവേകമുണ്ടാകുന്നു, അങ്ങനെ ശ്രേയസ്സിലേക്ക് എത്തുന്നു. ഇതിന് പകരം ഈ സജ്ജനങ്ങളെ നമിക്കാത്തവര്, ഈ ശരീരം കൊണ്ട് സത്കർമ്മം ചെയ്യാത്തവര് കഴുതകൾക്ക് തുല്യമാണ് എന്ന് പറയുന്നു. സജ്ജന സംസർഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. വ്രതം, തപസ്, യജ്ഞം തുടങ്ങിയിട്ടുള്ള സത്കർമ്മങ്ങള്
സർവോപരി സജ്ജന സംസർഗവുമാണ് ശ്രേയസ്സിന് നിദാനം എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാര് ധന്യരായി. ഹേ മഹർഷിമാരെ, നിങ്ങളെ പോലെയുള്ള സജ്ജനങ്ങളെ കണ്ടതുകൊണ്ട് ഞങ്ങളുടെ ജന്മം സഫലമായി എന്ന് പറയുന്നു. ഭഗവാന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ അത്ഭുത സ്തബ്ധരായിട്ട് നിന്നുപോയി ആ മഹർഷീശ്വരന്മാര്. അവരെന്താണ് അത്ഭുതപ്പെടാൻ കാരണം എന്നാണെങ്കിൽ ഇത് പറയുന്നത് ആരാണ്? ഞങ്ങൾ ആരെയാണോ ഉപാസിക്കുന്നത് ആ സച്ചിദാനന്ദ മൂർത്തിയാണ്. സച്ചിദാനന്ദ രൂപായ വിശ്വോത്പത്യാദി ഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ എന്ന് പറഞ്ഞു ഞങ്ങൾ നമസ്കരിക്കുന്നതായ ആ സച്ചിദാനന്ദ രൂപം, ആ പരബ്രഹ്മം തന്നെയാണ് ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾ ആരെയാണ് പൂജിക്കുന്നത് ഭഗവാനെ? അവിടുത്തെ അല്ലേ? അവിടുന്ന് പറയുന്നു ഞങ്ങളാണ് കേമന്മാര് എന്ന്. ഭഗവാൻ താൻ വെറും ഒരു സാധാരണക്കാരനാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാൻ, അല്ലെങ്കിൽ ഒരു പശുപാലകനായിട്ട് ലോകരുടെ മുമ്പിൽ കളിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അഞ്ജലിബദ്ധരായിട്ട് ആ മഹർഷിമാര് ഭഗവാനോട് പറഞ്ഞു, ഹേ ഭഗവാനെ, അങ്ങ് പറയുന്നു ഞങ്ങൾ ജ്ഞാനികളാണ്, ശ്രേഷ്ഠന്മാരാണ്, പരമഹംസന്മാരാണ്, സജ്ജനങ്ങളാണ് എന്നൊക്കെ. ഭഗവാനെ, ഞങ്ങൾ ആരെയാണ് ഉപാസിക്കുന്നത്? അവിടുത്തെ തൃപ്പാദത്തെയല്ലേ? ഞങ്ങൾ അവിടുത്തെ ദാസന്മാരല്ലേ? എന്നിട്ടും അങ്ങ് നാട്യം ഭാവിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ ദാസനായിട്ട് അഭിനയിക്കുന്നു. കാരണം സകല ചരാചരങ്ങളും പ്രത്യേകിച്ച് ജീവാത്മാക്കൾ മുഴുവൻ അങ്ങയുടെ മായയാൽ മോഹിതരാണ്. ഞങ്ങൾക്ക് ജ്ഞാനം ഉണ്ടെങ്കിലും ചില സമയത്ത് അങ്ങയുടെ മോഹവലയങ്ങളിൽ പെടുന്നു. എത്ര വലിയ ഭക്തി ഉള്ളവനാണെങ്കിലും ജ്ഞാനിയാണ് എങ്കിലും അവിടുത്തെ മോഹവലയത്തില് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായിട്ട് അങ്ങ് അവിടുന്ന് ഉപയോഗിക്കുന്നതായ ആ മായയിൽ പെടാത്തവരായിട്ട് ആരാ ഉള്ളത്? തന്നെത്താൻ നിർമ്മിച്ചതായ ആ മായയിൽ സ്വയം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഭഗവാന്റെ തന്നെ മായ കൊണ്ട് ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം മറയ്ക്കപ്പെട്ടിരിക്കുന്നതിനാൽ പണ്ഡിതന്മാർ പോലും മോഹിക്കുന്നു. അങ്ങയുടെ അത്തരം ലീലാവിലാസങ്ങൾ അത്യത്ഭുതം തന്നെ. ഇങ്ങനെ സ്വയമായിട്ട് നിർമ്മിച്ച മായ കൊണ്ട് സ്വയം മൂടിയ അവിടുന്ന് പരതന്ത്രനാണ് എന്ന മട്ടില്, അസ്വതന്ത്രനാണ് എന്ന മട്ടില് നടിക്കുന്നുണ്ടല്ലോ ഭഗവാനെ. അവിടുത്തെ ലീലകൾ, ചേഷ്ടിതങ്ങൾ അത്യത്ഭുതം എന്നല്ലേ പറയേണ്ടത്. വേറെ ഒന്നും അടിയങ്ങൾക്ക് പറയാനില്ല. അങ്ങ് ഏകനാണ്, ആത്മാരാമനാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സംഹാരങ്ങൾ നടത്തുന്നവനാണ്, എന്നാൽ അതിലൊക്കെ നിസ്സംഗനുമാണ്. അങ്ങ് അനേകം രൂപങ്ങളെ, അനേകം നാമങ്ങളെ സ്വീകരിക്കുന്നു. എങ്കിലും അങ്ങേക്ക് രൂപമുണ്ടോ, നാമമുണ്ടോ? ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ അളക്കാൻ സാധിക്കുമോ? അങ്ങനെ ചിന്തിച്ചാൽ തന്നെ അത് ബാലിസമാണ്, മൂഢത്വമാണ്, നടക്കാത്ത കാര്യമാണ്. ഭൂമിയിലെ മൺതരികളെ നമ്മൾക്ക് ആയുസുണ്ടെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. എത്ര ആയുസുണ്ടെങ്കിലും ഭഗവാന്റെ മാഹാത്മ്യത്തിനെ വർണ്ണിക്കാൻ പറ്റില്ല. ഞങ്ങളെ നമസ്കരിക്കുന്ന അങ്ങയുടെ ലീല അത്യത്ഭുതം തന്നെ. അങ്ങയിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെയില്ല. ത്രികാലങ്ങളിലും അസ്തിത്വമുള്ളത് ഭഗവാനെ അങ്ങേക്ക് മാത്രമല്ലേയുള്ളൂ. ഈ വിശ്വത്തിന്റെ അടിസ്ഥാനം അങ്ങല്ലേ ഭഗവാനെ. സകല ചരാചരങ്ങളിലും പുരിയിലും വസിക്കുന്നവനാണ് അങ്ങ്. ഞങ്ങൾ ഇന്ന് ധന്യരായി ഭഗവാനെ, ജന്മസാഫല്യമായി ഭഗവാനെ. അങ്ങയുടെ സാമീപ്യം ലഭിച്ചതിനാൽ ഞങ്ങൾ അഭ്യസിച്ച വിദ്യ, പഠിച്ചതായ വേദം സഫലമായി തീർന്നു. ഞങ്ങളുടെ തപസ്, വേദം, വ്രതം, സകല കർമ്മങ്ങളും സഫലമായി തീർന്നു. കാരണം അങ്ങയെ ഉപാസിക്കാൻ സാധിച്ചു. അവിടുത്തെ ദിവ്യ സ്വരൂപത്തിനെ കാണായി വന്നതിനാൽ കണ്ണുകൾക്ക് കാണാൻ സാധിക്കാത്ത പരബ്രഹ്മ സ്വരൂപത്തിനെ ഞങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിച്ചു. അങ്ങയുടെ സാമീപ്യമാണ്, അങ്ങയുടെ ദർശനമാണ് സകല ശ്രേയസ്സുകൾക്കും നിധാനമായിട്ടുള്ളത്. എല്ലാത്തിനും കാരണഭൂതനായ ഭഗവാനെ, അവിടത്തേക്ക് നമസ്കാരം. ഞങ്ങൾ ബ്രഹ്മജ്ഞാനികളാണ് എന്ന് പറയുന്നുവെങ്കിലും ഞങ്ങളും അങ്ങയുടെ മായയിൽ മൂടിയവരല്ലേ. ഭക്തിയോഗം കൊണ്ട് അങ്ങയെ ഉപാസിക്കുന്നവർക്ക് അങ്ങയെ അറിയാൻ കഴിയുന്നു. അന്ധകരണ ശുദ്ധി വന്നവർക്ക്, അല്ലെങ്കിൽ ഏകാന്ത ഭക്തന്മാർക്ക് മാത്രമേ സർവസ്വവും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചവന് മാത്രമേ അവിടുത്തെ രൂപത്തിനെ മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ആസ്വദിക്കാനായിട്ട്, അവിടുത്തെ സ്വരൂപത്തിനെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്തി ഉണ്ടാകാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറയുന്നു. ഇവിടെ ആ ബ്രഹ്മർഷിമാർ പറയുന്നു ജ്ഞാനത്തിന് പരിമിതിയുണ്ട് എന്ന്. അതിനാൽ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ അങ്ങയെ ആസ്വദിക്കാനായിട്ട് ഒരു ജീവാത്മാവിന് സാധിക്കൂ എന്ന്. പിന്നെ ഭഗവാനെ സ്തുതിച്ച് യുധിഷ്ഠിരനോടും ബാക്കിയുള്ള പാണ്ഡവന്മാരോടും അവിടെ കൂടിയിരിക്കുന്നവരോടുമെല്ലാം യാത്ര പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴാണ് ഭഗവാന്റെ പിതാവായ വസുദേവൻ
ആ മഹർഷിമാരെ പിന്തുടർന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് ശ്രീ നാരദ മഹർഷിയോട് ചോദിച്ചു, ഈ കർമ്മബന്ധത്തിൽ നിന്ന് ഒരു ജീവാത്മാവിനെ രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ഒരു ജീവാത്മാവ് കർമ്മബന്ധത്തിൽ നിന്ന് വേർപെട്ട് നൈഷ്കർമ്മ്യാവസ്ഥ എങ്ങനെ പ്രാപിക്കാം എന്ന് ഒന്ന് പറഞ്ഞു തരണേ എന്ന് പറയുന്നു. അപ്പോൾ ശ്രീ നാരദ മഹർഷി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വസുദേവർക്ക് ആ ആത്മതത്വത്തിനെ മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ഭഗവാന്റെ മാഹാത്മ്യത്തിനെ പൂർണ്ണമായിട്ട് വസുദേവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് നാരദ മഹർഷിക്ക് ഉള്ളിൽ തെളിഞ്ഞു. ഭഗവത് സങ്കല്പം മനസ്സിലാക്കിയ ശ്രീ നാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ നാട്ടിലൊരു ചൊല്ലില്ലേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണം തോന്നാത്തത് പോലെ എന്ന്. ശ്രീകൃഷ്ണനായി അധികം അടുപ്പം സിദ്ധിച്ച വസുദേവൻ വെറും പുത്രനായി ഭഗവാനെ കാണുന്നു. തൊട്ടടുത്ത വസ്തുവിന്റെ വില ആരും അറിയില്ല. ദൂരെയുള്ളതാണ് നല്ലതെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഗംഗാനദീ തീരത്ത് താമസിക്കുന്ന ഒരു വ്യക്തി ദൂരെയുള്ള വേറൊരു നദിയാണ് തീർത്ഥസ്ഥാനം എന്ന് വിചാരിക്കുന്നത് പോലെ ഭഗവാന്റെ മാഹാത്മ്യം വസുദേവര് അറിഞ്ഞില്ല എന്നതാണ് സത്യം. എന്തുകൊണ്ട്? മായ കൊണ്ട്. ഭഗവാന്റെ മായ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മായയുടെ ആവരണ ശക്തി ഈശ്വരനെ മറയ്ക്കുന്നു എന്നല്ലാതെ ഒന്നും ഈശ്വരനെ ബാധിക്കുന്നില്ല. കാരണം മായാതീതനാണ് ഈശ്വരൻ. മായയുടെ നിയന്താവാണ് ഈശ്വരൻ. പ്രകൃതിക്കും അതീതനാണ് ഭഗവാൻ. മേഘത്തിന്റെ ഉള്ളിൽ പോയാൽ സൂര്യനെ കാണാം എന്നതുപോലെ മായയുടെ ആവരണം നീങ്ങിയാൽ, അജ്ഞാനം നീങ്ങിയാൽ ഭഗവാന്റെ മാഹാത്മ്യത്തിനെ അറിയാം. മൂടൽമഞ്ഞ് നീങ്ങിയാൽ അല്ലെങ്കിൽ മേഘം നീങ്ങിയാൽ സൂര്യനെ കാണാം എന്നതുപോലെ മായയാകുന്ന ആവരണം മാറിയാൽ, അജ്ഞാനമാകുന്ന തിരശീല മാറിയാൽ ജ്യോതി സ്വരൂപനാകുന്ന ഈശ്വരനെ ദർശിക്കാൻ സാധിക്കും. എന്നിട്ട് ശ്രീ നാരദ മഹർഷി പറഞ്ഞു, ഹേ വസുദേവരെ, ജന്മകർമ്മങ്ങളാൽ ശുദ്ധി നേടിയ ഗൃഹസ്ഥൻ യജ്ഞത്താൽ ദേവകടത്തെയും അധ്യയനം കൊണ്ട് ഋഷികടത്തെയും പുത്രോത്പാദനം കൊണ്ട് പിതൃകടത്തെയും തീർത്ത് മോക്ഷം പ്രാപിക്കുന്നു. അല്ലയോ വസുദേവരെ, അങ്ങയുടെ പിതൃകടവും ഋഷികടവും തീർന്നിട്ടുണ്ട്. ദേവകടത്തെ യാഗത്താൽ തീർത്ത് മുക്തനായി ഭവിച്ചാലും. ഇത് കേട്ട് സന്തുഷ്ടനായ വസുദേവര് മഹർഷിമാരെ യഥാവിധി പൂജിച്ചു. ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ നേതൃത്വത്തിൽ വ്യാസാദി മഹർഷിമാരെ ആചാര്യാദികളായി വരിച്ച് യാഗം ആരംഭിച്ചു. ദേവേന്ദ്രന്റെ യാഗം പോലെ യാഗം പരശുരാമ തീർത്ഥത്തിൽ അവഭൃത സ്നാനവും ചെയ്ത് വസുദേവൻ ഇന്ദ്രതുല്യ അവിടെ കൂടി എല്ലാവരും പരമാനന്ദം അനുഭവിച്ചു. ഇങ്ങനെ ആ സമന്ത പഞ്ചക തീർത്ഥക്കരയിൽ കഥാശ്രവണം, യാഗം എന്നിവയാൽ സർവേന്ദ്രിയങ്ങളും ഈശ്വര പരമാക്കിക്കൊണ്ടും പരമാനന്ദം അനുഭവിച്ചുകൊണ്ടും അവിടെ എല്ലാവരും താമസിച്ചു. അതിനുശേഷം മഹർഷീശ്വരന്മാർക്ക് വേണ്ടതായ ദാനധർമ്മങ്ങൾ ചെയ്തു. അതിൽ സന്തുഷ്ടരായ മഹർഷിമാര് അവരവരുടെ ആശ്രമങ്ങളിലേക്ക് മടങ്ങി. അതുപോലെ ധൃതരാഷ്ട്രര്, ഭീഷ്മര്, ദ്രോണര്, വിദുരര് തുടങ്ങിയവര് എല്ലാം ഹസ്തിനപുരിയിലേക്കും മടങ്ങി. പക്ഷേ നന്ദഗോപരും ഗോപന്മാരും കുറച്ചു കാലം ഉഗ്രസേന മഹാരാജാവിന്റെയും രാമകൃഷ്ണന്മാരുടെയും ഒപ്പം താമസിച്ചു. അവർക്ക് ഭഗവാനെ വിട്ടുപോകാൻ തോന്നുന്നില്ല. മറ്റുള്ളവരെല്ലാം പോയിട്ടും പ്രജവാസികളും യാദവന്മാരും മാത്രം ആ സെമന്ത പഞ്ചകത്തിൽ തങ്ങി. മനോരഥം സാധിച്ച വസുദേവര് സുഹൃത്തുക്കളോട് കൂടി സസന്തോഷം നന്ദഗോപരുടെ കൈപിടിച്ച് ഇതാ ഇങ്ങനെ പറയുന്നു, സഹോദര, മനുഷ്യരിൽ സ്നേഹം എന്ന പാശം ഈശ്വരൻ നിർമ്മിച്ചതാണ്. അത് ശൂരന്മാർക്കും യോഗികൾക്കും കൂടി മുറിക്കാൻ പ്രയാസമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ആ കർമ്മത്തിൽ എത്രത്തോളം പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എണ്ണ തേച്ചു കുളിപ്പിച്ചും വെണ്ണപാല് ഇവ നൽകിയും കണ്ണനെ പോറ്റിയൊരമ്മയെ എണ്ണി എണ്ണി നമിക്കണം. വസുദേവര് പറയുന്നു, ഞങ്ങളുടെ കണ്ണിലുണ്ണികളായ രാമകൃഷ്ണന്മാരെ ഞങ്ങൾ ജനിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവരെ കുളിപ്പിക്കാനും കളിപ്പിക്കാനും അവരുടെ കുസൃതികൾക്ക് സാക്ഷ്യം വഹിക്കാനും ആഹാരം കൊടുക്കാനും ആ ലീലകൾ കാണാനും അവരെ താലോലിക്കാനും എല്ലാം ഭാഗ്യം സിദ്ധിച്ചത് നിങ്ങൾക്കാണ്. അതിന് പ്രത്യുപകാരം ചെയ്യാൻ ഞങ്ങൾക്ക് ആർക്കും സാധിക്കില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ നന്മയ്ക്കായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കണില്ല. ഞങ്ങൾക്ക് അവിടുത്തെ സ്നേഹം, മൈത്രി ഇത് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് നന്ദഗോപര് പറയുന്നു.
നന്ദഗോപരും യശോദമ്മയും തനിക്ക് ചെയ്ത ഉപകാരങ്ങളെ സ്മരിച്ചുകൊണ്ട് വസുദേവര് അവിടെ അശ്രുക്കളെ പൊഴിച്ചുകൊണ്ട് വിലപിച്ചു. നന്ദഗോപുര തന്റെ മടക്കയാത്ര നാളെയാകാം എന്നിങ്ങനെ നീട്ടിക്കൊണ്ടു പോയിട്ട് ഏതാണ്ട് 3 മാസക്കാലം അവിടെ താമസിച്ചു. അതിനുശേഷം വസുദേവര്, ഉഗ്രസേന മഹാരാജാവ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ, ബലരാമസ്വാമി, ഉദ്ധവര് മുതലായവർ നൽകിയ സമ്മാനങ്ങളും കൊണ്ട് നന്ദഗോപര് തിരിച്ച് ഗൃഹത്തിലേക്ക് മനസ്സോടെ പുറപ്പെട്ടു. ഇങ്ങനെ നന്ദഗോപരും ഗോപന്മാരും ഗോപികമാരും അവരുടെ മനസ്സിൽ പതിഞ്ഞ ഭഗവാന്റെ പാദസ്മരണയോട് കൂടിയിട്ട് ഭഗവത് സ്മരണയോട് വിട പറയാൻ അശക്തരായിട്ട് വൃന്ദാവനത്തിലേക്ക് തന്നെ തിരിച്ചുപോയി എന്ന് പരീക്ഷത്തിനോട് ശ്രീ ശുക ബ്രഹ്മർഷി പറയുന്നു. ഇങ്ങനെ ബന്ധുക്കളെല്ലാം മടങ്ങിപ്പോയതിനു ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണനെ ഈശ്വരനായി കണ്ട് എല്ലാ യാദവന്മാരും വർഷകാലം സമീപിച്ചത് കണ്ട് ദ്വാരകയിലേക്ക് മടങ്ങി. എന്നിങ്ങനെ അതിഗംഭീരമായിരിക്കുന്ന ഒരു തീർത്ഥയാത്രയും അതിനെ തുടർന്ന് സകല മുമുക്ഷുക്കൾക്കും ഭഗവാൻ ദർശനം നൽകി അനുഗ്രഹിച്ചതുമായ ഈ വലിയ ഒരു സത്സംഗമത്തിനെ ശ്രീ സുഖബ്രഹ്മർഷി പരീക്ഷത്തിന് വിധിയാമണ്ണം വർണ്ണിച്ച് കേൾപ്പിച്ചു. ഭഗവാന്റെ ആ സുന്ദര രൂപവും ഭഗവാനിൽ എപ്പോഴും ഭക്തിയും ഉണ്ടാകണേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. തെറ്റുകൾ അനേകമുണ്ട് എന്ന് എനിക്കറിയാം. സദയം ക്ഷമിക്കണേ എന്ന പ്രാർത്ഥനയോടെ കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ ശ്രീ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ ലക്ഷ്മി നാരായണായേതി സമർപ്പയാമി. ഹരേ നാരായണ. എല്ലാരോടും തെറ്റുകൾ ഒത്തിരി ഉണ്ടേ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എന്തായാലും രാവിലത്തെ ഈ പ്രഭാതം 2 അമ്മമാരെ കൊണ്ടും ധന്യമാക്കി. ശരിക്ക് സത്സംഗത്തിന്റെ മഹത്വം എത്ര പറഞ്ഞാലും നമുക്ക് മതിയാകുകയില്ല. അപ്പം ആദ്യം തന്നെ ഇവിടെ മിനി ബിജു പറഞ്ഞു, എന്താണ് ആ ഒരു സത്സംഗത്തിന്റെ മഹത്വം കൊണ്ടാണ് ഇവിടെ ഈ ഒരു ഭാഗവത കുടുംബത്തിലേക്ക് എത്താൻ സാധിച്ചതെന്ന് പറഞ്ഞു. സത്യം ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ് ശരിക്കും. കാരണം ഡൽഹിയിലുള്ള ഗുരുവായൂരപ്പ ക്ഷേത്രത്തില് ലക്ഷാർച്ചനയ്ക്ക് പോയതാണ് ഞാൻ. അവിടെ ലക്ഷാർച്ചനയ്ക്ക് പോകുമ്പോൾ അവിടെ ധാരാളം ആൾക്കാർ പുറത്തിരുന്ന് ജപിക്കും, ഞങ്ങളുടെ കൂടെ തന്നെ ജപിക്കും. അപ്പം കൂടുതലും ആദ്യത്തെ തുടക്കം ചൊല്ലിക്കൊടുക്കുന്നത് ഞാനായിരിക്കും. അപ്പം അങ്ങനെ ഉള്ള ഒരു രീതിയിൽ കലശത്തിന്റെ ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വന്ന ഒരു ദിവസം ഇങ്ങനെ അവിചാരിതമായിട്ട് സംസാരിച്ചു. ശരിക്ക് ഭാഗവതത്തിന്റെ ബേസിലൊന്നും അല്ല ശരിക്കും സംസാരിച്ചത്. അവിടെ കണ്ടപ്പോൾ സജ്ജനങ്ങളാകുമ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ച് അത്രേ ഉള്ളൂ. ആ ഒരു പരിചയമുള്ളൂ അവിടെ. അപ്പൊ അങ്ങനെ പിന്നെ നമുക്കിങ്ങനെ ആരോടെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ നമ്പർ മേടിക്കുക, ഭാഗവത കുടുംബത്തിലേക്ക് ചേർക്കുക. ഇതേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൽക്കർമ്മം എന്നുള്ള രീതിയിൽ. സന്തോഷം. ഇനിയും ഈ സത്സംഗങ്ങളിലൊക്കെ നമ്മുടെ കൂടെ അമ്മ ഉണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം. ധാരാളം ഇനി സത്കർമ്മങ്ങളും സത്സംഗത്തിലും ഒക്കെ ചേരാൻ ആയുരാരോഗ്യ സൗഖ്യം ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഭാഗവത കുടുംബത്തിലെ എല്ലാവരോടും കൂടി ഗുരുവായൂരപ്പന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.